സുന്നി ഓൺലൈൻ ക്ലാസ്.com ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ? കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മഅ്ദിൻ സഖാഫത്തുൽ ഇസ്ലാമിയ സ്ഥാപനങ്ങളുടെ ചെയർമാനും സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റുമായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്നും KMC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ പങ്കെടുക്കുന്നു. ഓസ്ട്രേലിയൻ വിശേഷങ്ങളും PNKFCയെക്കുറിച്ചുള്ള ജ്വലിക്കുന്ന സ്മരണകളും നമ്മോടൊപ്പം പങ്കുവെക്കുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി രജീഷിന്റെ മൊഴി രേഖപ്പെടുത്തി. താൻ പങ്കാളി മാത്രമാണെന്ന് രജീഷ്. വിശ്വസ്തർക്കെതിരെ നടപടി വന്നാൽ അപ്പോൾ കാണാമെന്ന് VS അച്യുതാനന്ദൻ. ജാമിയ ഹികമിയ കെട്ടിടോദ്ഘാടനം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മന്ത്രി ആര്യാടൻ നിർവഹിക്കും. വാർത്തകൾ വിശദമായി. TP ചന്ദ്രശേഖരൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം CPM സംസ്ഥാന നേതൃത്വത്തിന്റെ പല നിലപാടുകളും അംഗീകരിക്കാനാകില്ലെന്ന് VS അച്യുതാനന്ദൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. നാളെ ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയ VS പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി VS പറഞ്ഞു. തന്റെ വിശ്വസ്തർക്കെതിരായി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നടപടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നടപടി വരട്ടെ, അപ്പോൾ കാണാമെന്നായിരുന്നു VSന്റെ പ്രതികരണം. TP ചന്ദ്രശേഖരൻ വധത്തിലെ കൊലയാളി സംഘാംഗം TK രജീഷിനെ ഈ മാസം 22 വരെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് അയച്ചു. 2 മണിയോടെയാണ് രജീഷിനെ വടകര കോടതിയിൽ ഹാജരാക്കിയത്. രജീഷിന്റെ തിരിച്ചറിയൽ പരേഡ് നടത്താൻ അന്വേഷണ സംഘം കോടതിയുടെ അനുമതി തേടിയിട്ടുണ്ട്. തിരിച്ചറിയൽ പരേഡിന് ശേഷം മാത്രമേ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകൂ. മുഖംമൂടി ധരിപ്പിച്ചാണ് രജീഷിനെ എത്തിച്ചത്. കോടതിക്ക് പുറത്തു തടിച്ചുകൂടിയിരുന്ന ജനക്കൂട്ടം കൂക്കി വിളിച്ചാണ് പ്രതിയെ വരവേറ്റത്. കോടതി നടപടികൾക്ക് ശേഷം മറ്റൊരു വഴിയിലൂടെയാണ് രജീഷിനെ പുറത്തേക്ക് കൊണ്ടുപോയത്. TP ചന്ദ്രശേഖരൻ കൊലപാതക കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തലവൻ വിൻസർ M. പോൾ അവധിക്ക് അപേക്ഷ നൽകി. വിദേശത്ത് ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അവധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 27 ദിവസത്തെ അവധി സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ല. കേരളത്തിൽ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ കേസിന്റെ അന്വേഷണ ചുമതല ലഭിക്കുന്നതിനും TPയുടെ കൊലപാതകത്തിനു മുമ്പാണ് ADGP വിൻസർ M. പോൾ അവധിക്ക് അപേക്ഷ നൽകിയത്. അതായത് 3 മാസം മുമ്പ്. കുടുംബപരമായ അത്യാവശ്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു 27 ദിവസത്തെ അവധിക്ക് അപേക്ഷിച്ചത്. എന്നാൽ ഇപ്പോൾ കേസ് നിർണായകമായ ഒരു വഴിത്തിരിവിലെത്തി നിൽക്കെയാണ് അവധിയുടെ കാര്യം വിൻസർ M. പോൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തിയത്. സംഘത്തലവൻ അവധിയെടുത്തുപോയാൽ അതിന് തെറ്റായ വ്യാഖ്യാനം ഉണ്ടാകുമെന്നും രാഷ്ട്രീയമായ ആരോപണം നേരിടേണ്ടി വരുമെന്നും സർക്കാർ കരുതുന്നു. ഹികമിയ കെട്ടിടോദ്ഘാടനം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള ഗവൺമെന്റിന്റെയും അംഗീകാരത്തോടെ മഞ്ചേരി ജാമിയ ഹികമിയയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പത്തരിയാൽ ഹികമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കെട്ടിടം വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ദേവ ഹോസ്റ്റലിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തറക്കല്ലിടും. കമ്പ്യൂട്ടർ ലാബ്, വിനോദസഞ്ചാരം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി സെമിനാർ നാളെ ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് നടക്കും. ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി ചെറുവാടി ഉദ്ഘാടനം ചെയ്യും. മരിച്ച കുട്ടി എഴുന്നേറ്റ് വെള്ളം ചോദിച്ചു, വീണ്ടും മരിച്ചു. ബ്രസീലിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. മരിച്ചുവെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ കുട്ടി സംസ്കാരത്തിനുള്ള ശവപ്പെട്ടി തയ്യാറാക്കുന്നതിനിടെ എഴുന്നേറ്റു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അച്ഛനോട് കുടിക്കാൻ വെള്ളം ചോദിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ മരണമടഞ്ഞു. വടക്കൻ ബ്രസീലിലെ ബോലനിലാണ് ബന്ധുക്കളെയും ഡോക്ടർമാരെയും ഒരേപോലെ അമ്പരപ്പിച്ച ഈ സംഭവം നടന്നിരിക്കുന്നത്. ബോലനിലെ സ്വകാര്യ ആശുപത്രിയിൽ ന്യൂമോണിയയെ തുടർന്ന് ചികിത്സ തേടിയ കെൽവിൻ സാന്റോസ് എന്ന 2 വയസ്സുകാരൻ മരിച്ചതായി വെള്ളിയാഴ്ച വൈകുന്നേരം 7:40 ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. രാത്രി മുഴുവൻ ബന്ധുക്കൾക്കും അയൽക്കാർക്കും അന്തിമോപചാരം അർപ്പിക്കാനായി കുട്ടിയുടെ മൃതദേഹം തുറന്ന ശവപ്പെട്ടിയിൽ വീട്ടിനുള്ളിൽ സൂക്ഷിച്ചു. പിറ്റേന്നു രാവിലെ സംസ്കാരത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നതിനിടെ കുട്ടി ചാടി എഴുന്നേൽക്കുകയായിരുന്നു. മരിച്ച കുട്ടി എഴുന്നേൽക്കുന്നത് കണ്ട് ബന്ധുക്കളും കൂടി നിന്നവരും ഞെട്ടുന്നതിനിടെയാണ്
സാന്റോസ് കുടിക്കാൻ വെള്ളം ചോദിച്ചത്. എല്ലാവരുടെയും അമ്പരപ്പ് മാറുന്നതിനു മുമ്പ് തന്നെ കുട്ടി വീണ്ടും ശവപ്പെട്ടിയിലേക്ക് മറിഞ്ഞു വീണു. ഉടനെ വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവന്റെ യാതൊരു ലക്ഷണവും ശരീരത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ല. വീണ്ടും ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരം വരെ വൈകിച്ചെങ്കിലും ഫലമുണ്ടായില്ല. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് യോഗം നാളെ രാവിലെ 11 മണിക്ക് കോഴിക്കോട് സമസ്ത സെന്ററിൽ ചേരും. എല്ലാ മെമ്പർമാരും കൃത്യസമയത്ത് യോഗത്തിൽ സംബന്ധിക്കണമെന്ന് സെക്രട്ടറി പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബ് അറിയിച്ചു. കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയിൽ ഖത്മുൽ ബുഖാരിയും സഖാഫി സംഗമവും ജൂൺ 30 നടത്തുമെന്ന് മർക്കസ് കമ്മിറ്റി അറിയിച്ചു. ഹ്രസ്വ സന്ദർശനത്തിന് തുർക്കിയിലെത്തിയ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഹൃദ്യമായ വരവേൽപ്പാണ് തുർക്കിയിൽ നൽകിയത്. ഇസ്താംബുൾ വിമാനത്താവളത്തിൽ ജഹാംഗീർ യൂണിവേഴ്സിറ്റി പ്രതിനിധികളായ മുഹമ്മദ് നജീം, ഫൗസി ഹാജ, അഹമ്മദ് ഐക്കൻ തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. 4 ദിവസം നീണ്ടുനിൽക്കുന്ന പര്യടനത്തിനിടെ വിവിധ യൂണിവേഴ്സിറ്റികളും സാംസ്കാരിക കേന്ദ്രങ്ങളും സന്ദർശിക്കുകയും സാംസ്കാരിക പരിപാടികളിൽ സംബന്ധിക്കുകയും ചെയ്യും. മർക്കസ് ഡയറക്ടർ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, ഇഹ്റാം ഡയറക്ടർ M അബ്ദു തുടങ്ങിയവർ കാന്തപുരത്തെ അനുഗമിക്കുന്നുണ്ട്. ICF RSCയും മർക്കസ് ഒമാൻ കമ്മിറ്റിയും നടത്തുന്ന ഒമാൻ അജ്മീർ ഉറൂസ് ഇന്ന് രാത്രി 7 മണിക്ക് റുവി അൽമാസ ഹാളിൽ നടക്കും. സയ്യിദ് തുറാബ് തങ്ങൾ, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. www.sunniOnlineClass.com ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. ഖുർആൻ, ഹദീസ്, വിശ്വാസം, കർമ്മശാസ്ത്രം, ആത്മസംസ്കരണം, വാർത്തകൾ, ഇസ്ലാമിക കലാസാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക, UK, ഈജിപ്ത്, ഓസ്ട്രേലിയ, സുഡാൻ, ജപ്പാൻ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷകമായ പ്രോഗ്രാമുകൾ, പ്രശസ്ത സുന്നി പണ്ഡിതരുടെയും വിദഗ്ധരുടെയും വാർത്തകൾ തുടരുന്നു. പഠന ക്ലാസുകൾ. ഇന്ന് കേരളത്തിലിറങ്ങിയ പത്രവിശേഷങ്ങൾക്ക് ശേഷം മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ നമ്മോടൊപ്പം ചേരുന്നു. കേരളത്തിൽ ഇന്നിറങ്ങിയ സിറാജ് ദിനപത്രം TP വധം മുഖ്യപ്രതി അറസ്റ്റിൽ എന്ന വാർത്തയാണ് ഏറ്റവും മുകളിലായി മെയിൻ വാർത്തയായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. TP വധക്കേസിൽ കൊലക്ക് നേതൃത്വം നൽകിയ മുഖ്യപ്രതി രജീഷ് അറസ്റ്റിലായ വാർത്തയാണ് സിറാജ് ദിനപത്രത്തിന്റെ ആദ്യ പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സിറിയയിൽ വീണ്ടും കൂട്ടക്കുരുതി, 86 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത മറ്റൊരു വാർത്ത സിറാജിന്റെ ആദ്യ പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. സിറിയയിൽ വീണ്ടും കലഹം തുടർന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. VS ഒറ്റപ്പെട്ടു, തീരുമാനം കേന്ദ്ര കമ്മിറ്റിക്ക് എന്ന മറ്റൊരു വാർത്ത സിറാജ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ VSനെതിരെ ഉണ്ടായ രൂക്ഷ വിമർശനത്തെക്കുറിച്ചാണ് ആ വാർത്ത ഊന്നൽ നൽകുന്നത്. സിറാജ് ദിനപത്രത്തിന്റെ 10ാം പേജിൽ ചരിത്ര കേന്ദ്രങ്ങൾ തേടിയുള്ള പഠനയാത്ര ശ്രദ്ധേയമായി എന്ന തലക്കെട്ടിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ ഫത്ഹുൽ മുഈനിന്റെ രചയിതാവ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെയും കേരളത്തിൽ അന്തിയുറങ്ങുന്ന പരമ്പരയിലെ പ്രധാനികളുടെ ചരിത്രവും അന്ത്യവിശ്രമ കേന്ദ്രങ്ങളും തേടിയുള്ള പണ്ഡിതന്മാരുടെ പഠന പര്യടനം ശ്രദ്ധേയമായി. കേരളീയ മുസ്ലിങ്ങളിൽ ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് നിസ്തുല സംഭാവനകൾ അർപ്പിച്ച പൊന്നാനി മഖ്ദൂമുമാരിൽ പ്രശസ്തനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ രചിച്ച വിശ്വപ്രസിദ്ധമായ ഫത്ഹുൽ മുഈൻ പഠിതാക്കളായ 100 അംഗ മുദരിസമാരുടെ സംഘമാണ് പഠന പര്യടനം നടത്തിയത്. സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറിയും SYS സംസ്ഥാന പ്രസിഡന്റുമായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്
പഠന സംഘത്തിന് നേതൃത്വം നൽകിയത്. ഇന്നലെ KMAC ന്യൂസിൽ സംസാരിച്ചതും ആ പഠനയാത്രക്കിടയിൽ നിന്നാണ്. ഇന്ന് കേരളത്തിലിറങ്ങിയ മാതൃഭൂമി TP വധം അന്വേഷണത്തിൽ വഴിത്തിരിവ്, TK രജീഷ് അറസ്റ്റിലെന്ന് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്ത വാർത്ത തന്നെയാണ് മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിടിയിലായത് മുഖ്യ സൂത്രധാരൻ എന്ന തലക്കെട്ടിലൊരു ഫോട്ടോയടക്കം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. രാജ്യസഭ LDF 2 സീറ്റിൽ മത്സരിക്കും എന്ന ഒരു വാർത്തയും മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ മലയാള മനോരമയും ആ വാർത്ത തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊല സംഘത്തലവൻ പിടിയിൽ എന്ന മെയിൻ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. VS-മായി വയ്യെന്ന് പാർട്ടി, VS-നെ കൊണ്ട് പാർട്ടി ബുദ്ധിമുട്ടുന്നു എന്ന സൂചനയാണ് ഇന്നത്തെ മലയാള മനോരമ ഫ്രണ്ട് പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത സൂചിപ്പിക്കുന്നത്. ലൈംഗിക ആരോപണം P. ശശിക്കെതിരെ കേസെടുത്തു എന്ന മറ്റൊരു വാർത്തയും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചി മെട്രോ അനുമതി നടപടി അന്തിമഘട്ടത്തിൽ ആണ് എന്നൊരു വാർത്തയും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. തങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? PMKFACയുടെ വഫാത്തിന് ആ ദിവസം തന്നെയാണെന്ന് തോന്നുന്നു അങ്ങ് ഓസ്ട്രേലിയയിലേക്ക് പോയത്. എന്നാണ് അങ്ങയുമായി ബന്ധപ്പെടാൻ പറ്റിയത്? ഓസ്ട്രേലിയയിലാണല്ലോ. ടെക്നോറിയം പാർക്കിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഓസ്ട്രേലിയയിലെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് അങ്ങ് ഓസ്ട്രേലിയയിലേക്ക് പോയത്. എന്തൊക്കെയാണ് യാത്രാ ഉദ്ദേശങ്ങൾ, എന്തൊക്കെയാണ് യാത്രാ വിശേഷങ്ങൾ, ഒന്ന് വിശദീകരിക്കാമോ? ഓസ്ട്രേലിയ കോണ്ടയെ കുറിച്ച് കുട്ടിക്കാലങ്ങളിലെ പഠിക്കുന്നുണ്ട്. സ്മോളസ്റ്റ് കോണ്ടിനെന്റ് ആണ്. മുസ്ലിമീങ്ങൾ വളരെ ന്യൂനപക്ഷമാണ്. 1% മാത്രമാണ് മുസ്ലിമീങ്ങളുള്ളത്. വളരെ സുരക്ഷിതമായ കോണ്ടിനെന്റ് ആണ്. ഇതൊക്കെ കേട്ടിരുന്നു. വിസ അടിച്ചു കിട്ടല് വളരെ പ്രയാസമാണ്. എമിഗ്രേഷനും കസ്റ്റംസും ഒക്കെ വളരെ പ്രയാസമാണെന്ന് കുറെ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഏതാണെങ്കിലും PMKയുടെ മരണം കാരണം അന്ന് പുറപ്പെടേണ്ട യാത്ര മാറ്റി ബുധനാഴ്ച ബാംഗ്ലൂരിലേക്ക് എത്തി. വ്യാഴാഴ്ച രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് ഇന്നലെ രാത്രി 9:30 പുറപ്പെട്ട് ഇന്ന് സുബഹിക്ക് മെൽബൺ എയർപോർട്ട് എത്തി. ക്യൂസ്ലാൻഡിന്റെ തലസ്ഥാനമാണ്. ഓസ്ട്രേലിയ 6 സ്റ്റേറ്റാണ്. ഇന്ത്യയുടെ 4 ഇരട്ടി വലുപ്പമുള്ള ഒരു വലിയൊരു രാജ്യമാണ്. ലോകത്ത് 5ാം സ്ഥാനത്താണ് വലുപ്പത്തില് ഓസ്ട്രേലിയ. 6ാം സ്ഥാനത്താണല്ലോ ഇന്ത്യയെക്കാൾ എത്രയോ വലിപ്പമുള്ള രാജ്യം. പക്ഷെ ജനങ്ങളാവട്ടെ കേരളത്തെക്കാൾ കുറഞ്ഞ പോപ്പുലേഷനേ ഉള്ളൂ. 25 മില്യൺ ജനങ്ങൾ മാത്രമാണ് ഓസ്ട്രേലിയയിൽ മൊത്തമുള്ളത്. മുസ്ലിമീങ്ങൾ വളരെ ന്യൂനപക്ഷമാണ്. ഇവിടെ കാണുന്ന രംഗങ്ങള് ഞങ്ങള് ജുമാക്ക് ലോഗൺ ജുമാ മസ്ജിദിലായിരുന്നു. അവിടെ ഖുതുബ അറബിയിലാണ്, 2 ബാങ്ക്. നമ്മുടെ നാട്ടിലെ അതേ ശിഷ്ടം ജുമാക്ക് ശേഷം പ്രസംഗിക്കുകയും ദുആ നടത്തുകയും ചെയ്തു. ഖത്തീബിന്റെ പ്രസംഗത്തില് തവസ്സുലും ഇസ്തിഗാസയും എല്ലാം വളരെ ആകർഷിച്ചു. ഖത്തീബ് ഞങ്ങളുടെ സ്ഥാപനങ്ങള്, ഞങ്ങളുടെ വരവ് എല്ലാം പരിചയപ്പെടുത്തി. അതിനുശേഷം ഇവിടുത്തെ ഇസ്ലാമിക് സ്കൂൾ ചെന്ന് കണ്ടു. 900 കുട്ടികൾ പഠിക്കുന്ന ഇസ്ലാമിക് സ്കൂൾ. പക്ഷെ അതിന് 17 ഏക്കർ സ്ഥലത്താണ്. നമ്മുടെ ഒരു സ്കൂളിന്റെ വലിപ്പമാണ് എന്ന് പറയണം. ഓരോ ക്ലാസ് റൂമുകളുടെ ശിഷ്ടങ്ങൾ, ഓരോ ക്ലാസ് റൂമുകളിലും കുട്ടികൾക്ക് യഥേഷ്ടം പഠിക്കാൻ, അവർക്ക് ക്ലാസ് റൂമിൽ വിശ്രമിക്കൂടെന്ന് തോന്നുമ്പോൾ അവർക്ക് കിടക്കാൻ, അവർക്ക് കളിക്കാൻ, അവർക്ക് ഉറങ്ങാൻ, അവർക്ക് വേണ്ട ഭക്ഷണം കഴിക്കാൻ
ഇങ്ങനെല്ലാം ഉൾക്കുന്ന ഒരു വലിയൊരു ലോകം തന്നെയാണ് സത്യത്തിൽ ഒരു ക്ലാസ് റൂം. ഞങ്ങളിവിടെ വന്നതിന്റെ ലക്ഷ്യം യുനെസ്കോ, ലോകത്ത് തന്നെ അറിയപ്പെട്ട യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ ക്യൂസ്ലാൻഡ്, അവരുമായി ടെക്നോറിയം പദ്ധതിയുമായി MOU സൈൻ ചെയ്യാനാണ്. ഈ യുനെസ്കോയെ കുറിച്ച് ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കതിന്റെ വലുപ്പം മനസ്സിലാക്കിയത് എമിഗ്രേഷൻ കൗണ്ടറിൽ എത്തിയപ്പോഴാണ്. എമിഗ്രേഷൻ കൗണ്ടറിൽ കുറെ ചോദ്യങ്ങൾ ഉണ്ടാകും. വിസ കിട്ടാൻ തന്നെ വളരെ വളരെ പ്രയാസമാണ്. അത് മാസങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയ എംബസി സബ്മിറ്റ് ചെയ്തെങ്കിലും എല്ലാ സ്ക്രൂട്ടിയും കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരു കൊല്ലത്തേക്കുള്ള വിസയാണ് കിട്ടിയത്. മൾട്ടിപേ ജേണിയാണ്. ഓരോ വരവിലും 3 മാസം വരെ നിൽക്കാനുള്ള പവർ ഈ വിസക്കുണ്ട്. ഈ വിസയെക്കുറിച്ച് തന്നെ പലരും അപൂർവമായിട്ടാണ് കിട്ടാറ്. ഇത്രയും ഒരു പവർഫുള്ളായ വിസ വളരെ അപൂർവമാണ്. അതെല്ലാം കിട്ടിയെങ്കിലും വരുന്ന സമയത്ത് കുറെ ആശങ്കകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ വലിയ ക്യൂ ആണ്. കുറെ ഇമിഗ്രേഷൻ ഓഫീസർമാരുണ്ട്. അതിലേറ്റവും പ്രായം ചെന്ന ഒരു കൗണ്ടർ ഇങ്ങനെ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. ന്യൂസിലാൻഡിൽ ഞങ്ങള് ഇൻവിറ്റേഷൻ ലെറ്ററും അതുപോലെ തന്നെ അവിടുത്തെ ഡയറക്ടർ തലാൽ യൂസഫ് അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡെല്ലാം കൈ പിടിച്ചിരുന്നു. അവിടെ എത്തി ഞങ്ങളോട് ആദ്യം തന്നെ ചോദിച്ചാൽ കൊടുക്കുന്നതിന് മുമ്പ് യുനെസ്കോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗ്രേറ്റ് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പഠിച്ചതാണ് എന്ന് പറഞ്ഞ് പിന്നെ അവർ വളരെ ഹെൽപ്ഫുള്ളായി. അവർ വളരെ സൗകര്യത്തോടുകൂടെ. അപ്പോഴാണ് ഈ യൂണിവേഴ്സിറ്റി ഇത്രമാത്രം പോപ്പുലറാണോ, ഇത്രമാത്രം ബിഗസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുമായി ടൈപ്പ് ആകുന്നത് അടുത്ത ബുധനാഴ്ചയാണ്. ടൈപ്പ് ടെക്നോറിയം പദ്ധതി മാജിൻ സുലാത്ത് നഗറിൽ 1997 ജൂൺ 6 കേവലം 9 സെന്റ് ഭൂമിയിൽ 118 വിദ്യാർത്ഥികൾ 2 സ്റ്റാഫുമാരുമായി തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് ഈ ജൂൺ 6 ഇന്നലക്ക് 14 വയസ്സ് പൂർത്തിയാകുമ്പോൾ 9 സെന്റിന് പകരം 10 ഇരട്ടി 9 ഏക്കറല്ല, 90 സെന്റ് അല്ല, 100 ഇരട്ടി 9 ഏക്കറല്ല, മറിച്ച് 1300 ഇരട്ടി 110 ഏക്കറിലധികം ഭൂമി ഇന്ന് സ്വലാത്ത് നഗറിനെ സ്വായത്തമാക്കിയത്. ഏതെങ്കിലും ഭൂമാഫിയ വഖഫ് ചെയ്തോ സർക്കാർ പതിച്ചു നൽകിയതോ മിച്ച ഭൂമി പിടിച്ചെടുത്തതോ അല്ലെങ്കിൽ മറ്റ് തരിശുഭൂമികളോ ഒന്നുമല്ല. മലപ്പുറം നാഷണൽ ഹൈവേയിൽ ഏറ്റവും വിലപ്പെട്ട സെന്റിന് 8ഉം 10ഉം ലക്ഷങ്ങൾ വില പിടിക്കുന്ന ഭൂമി ഉൾപ്പെടെ 110 ഏക്കർ ഭൂമിയായി 118 വിദ്യാർത്ഥികൾക്ക് പകരം മാറി. അന്നത്തെ ഒരു സ്ഥാപനത്തിന് പകരം ഇന്ന് 28 സ്ഥാപനങ്ങളായി മാറി. അന്നത്തെ 2 സ്റ്റാഫിന് പകരം ഇന്ന് 855 സ്റ്റാഫുമാരായി മാറി. അതിൽ വലിയൊരു പദ്ധതിയാണ് ടെക്നോറിയം. കഴിഞ്ഞ മെയ് 5 യൂസഫ് അലി സാഹിബ് തറക്കിലെടുത്ത ആ പ്രധാന സ്ഥാപനത്തിന് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യം ലോകോത്തര നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസമാണ്. പ്രൈമറി തലങ്ങളിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സമൂഹവും സമുദായം വളർന്നിട്ടുണ്ട് എന്ന് സ്വാഗതാർഹമാണെങ്കിലും പ്രൊഫഷണൽ മേഖലയിൽ വേണ്ടത്ര വളർന്നിട്ടില്ല. അത് തന്നെ ഉള്ള ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി എല്ലാം ഇന്ന് ലോകമെന്ന് പറയുന്ന ഗ്ലോബൽ വില്ലേജ് ആണ്. നമ്മുടെ കുട്ടികൾ സംവദിക്കേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത് ഫ്രാൻസിലെയും ബ്രിട്ടനിലെയും ജപ്പാനിലെയും അമേരിക്കയിലെയും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലുള്ള കുട്ടികളോട് അവരുടേതനുസരിച്ച് ആ സ്റ്റാറ്റസിനനുസരിച്ച് നമ്മുടെ ക്വാളിറ്റി ഉയർത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ അവരുടെ മുമ്പിൽ എത്തുമ്പോൾ എടുക്കപ്പെടാത്തൊരു നാണയങ്ങളായി മാറും. അതുകൊണ്ട് തന്നെ ലോകോത്തര നിലവാരമുള്ള ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞങ്ങൾ ഈ ടെക്നോറിയം പദ്ധതിയിൽ ഉദ്ദേശിക്കുന്നത്. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച യുനെസ്കോയുമായി യൂണിവേഴ്സിറ്റിയിലെത്തി അവിടെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് അൽഹംദുലില്ലാ ആശരി യൂസുഫ് സഖാഫി, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഷരീഫ് മുസ്തി അഹ്സനി, ബഷീർ, PG അഷ്റഫ് ഇങ്ങനെ തുടങ്ങിയ മലയാളികളും എല്ലാത്തരുമായ ധാരാളം ആളുകൾ
വളരെ ഹെൽപ്പ് ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും, അവർ താമസ സൗകര്യവും ഭക്ഷണവും നാട്ടിനേക്കാളേറെ നാട്ടിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക്, ഞങ്ങളുടെ കുടുംബ വീട്ടിൽ നിന്ന് തറവാട്ടിലേക്ക്, അല്ലെങ്കിൽ തറവാട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറിയ പ്രതീതിയാണ് ഞങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ഗസ്റ്റ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും വലിയ സ്വീകരണത്തിലാണ്. ഞങ്ങൾ ആ സ്വീകരണത്തിന് എങ്ങനെ നന്ദി പറയും എന്നുള്ള ഏതൊരു ഭാഷയിൽ ഏത് ശൈലിയിൽ നന്ദി പറഞ്ഞാലും മതിയാകാത്ത അത്രയും വലിയ സന്തോഷത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു എല്ലാവർക്കും എല്ലാ വിജയങ്ങളും അല്ലാഹു നൽകുമാറാവട്ടെ. സുന്നി പ്രാസ്ഥാനിക രംഗത്ത് ഇസ്ലാമിക പ്രബോധന മേഖലയിൽ നൂറ്റാണ്ടുകാലം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പണ്ഡിത തേജസ്സാണ് ഇന്ന് വിടവാങ്ങിയ PMK ഫൈസി. സുന്നി കൈരളിയുടെ പെരുമാറിൽ നികത്താനാവാത്ത നഷ്ടമാണ് PMK ഫൈസി സമ്മാനിച്ചിട്ടുള്ളത്. PMK ഫൈസി അങ്ങയുമായി കൂടുതൽ ബന്ധമുള്ള ആളായതുകൊണ്ട് തന്നെ PMK ഫൈസിയെ കുറിച്ചുള്ള സ്മരണകൾ എന്തൊക്കെയാണ്? 1979 ഞാൻ കോടമ്പുഴ ഫറൂഖ് കോളേജിനടുത്ത കോടമ്പുഴ മർഹൂം ശൈഖുന വന്യഗുരു വീരാങ്കോയ ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഉസ്താദിന്റെ സഹായിയായി ഉണ്ടായിരുന്ന കോടമ്പുഴ ബാബു മുസ്ലിയാർ അവരുടെ കയ്യിൽ കാണാൻ വേണ്ടി എപ്പോഴും PMK ഫൈസി എന്നൊരു ചെറുപ്പക്കാരൻ വരാറുണ്ടായിരുന്നു. ഞങ്ങളുമായി വളരെ കുട്ടികളാണെങ്കിലും വളരെ സോഷ്യലായി പെരുമാറുകയും വിവരങ്ങൾ അന്വേഷിച്ച് പഠിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകി ദേവിയുടെ മെത്തേഡുകൾ, നൂതന ശൈലികളെ കുറിച്ച് അന്ന് തന്നെ സംസാരിക്കുമായിരുന്നു. അന്നത്തെ ദൈവാശിഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു പരമ്പരാഗത ശൈലി, പള്ളി, ദർസ്, മദ്രസ, ഏറിയാൽ കോളേജ്, ഈ ശിഷ്ടം മാത്രമായിരുന്നു അന്ന് ദഅ്വ മെത്തേഡില്. അതുപോലെ തന്നെ വഅള്, വെള്ളിയാഴ്ച ജുമാക്ക് ശേഷമുള്ള പ്രസംഗം, പള്ളി മിമ്പറുകളിൽ നിന്നുള്ള ദഅ്വ, ഇതിൽ മാത്രം ഒതുങ്ങിയിരുന്ന സമയത്ത് PMK പലപ്പോഴും ഉണർത്താറുണ്ടായിരുന്നു, ഇത് നല്ലവരെ നന്നാക്കുക എന്നതല്ലാതെ നമ്മിൽ നിന്ന് പുറത്തുപോയ, നമ്മെക്കുറിച്ച് അറിയാത്ത, നമ്മുമായി യാതൊരു ബന്ധവുമില്ലാത്ത അനേക ലക്ഷങ്ങൾ സമൂഹത്തിലുണ്ട്, ഇതര സമുദായത്തിലുണ്ട്. അവരെ ഈ സന്ദേശം എത്തിക്കാൻ ഇതൊന്നും പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ ദഅ്വ രംഗത്ത് ഒരു നൂതന ശൈലി വേണം, പുത്തൻ സംവിധാനങ്ങൾ വേണം എന്നേ അദ്ദേഹം ഏകദേശം ഒരു 33 കൊല്ലം മുമ്പ് അഭിപ്രായപ്പെട്ടത് ഓർക്കുകയാണ്. ദഅ്വ രംഗത്ത് മദിന ശൈഖുന KP ഉസ്താദ് പറഞ്ഞ പോലെ, അനുസ്മരണത്തില് KP ഉസ്താദ് പറഞ്ഞതാണല്ലോ, നൂതന രംഗത്ത് പുതിയ രൂപവും ഭാവവും ശൈലിയും നൽകിയത് പ്രിയപ്പെട്ട PMK ഫൈസി അവറുകളായിരുന്നു. അത് ഒരിക്കലും ദഅ്വ എത്താത്ത എത്രയെത്രയോ മേഖലകൾ, പാലക്കാടിന്റെ അട്ടപ്പാടി, കിളിമല പോലുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം ദഅ്വ എത്തിക്കുന്നതിന്, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെ കിഴക്കേ ഭാഗമായ തിരുവമ്പാടി, കൂമ്പാറ, അവിടുന്ന് അങ്ങോട്ടുള്ള മലമ്പ്രദേശങ്ങള്, ഇടുക്കി, അങ്ങനെ ഇസ്ലാമിന്റെ സന്ദേശം എത്താത്ത എത്രയെത്രയോ മലമുകളികളിൽ സ്വന്തം കാൽപാദങ്ങൾ വെച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കയറി ചെന്ന് അവിടുത്തെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും മനസ്സിലാക്കി അത് പുറം ലോകത്തെ അറിയിച്ചു കൊടുത്ത് അൽ-ഇർഫാദിലൂടെ അത് എഴുതി അവിടുന്ന് നൽകേണ്ട സഹായങ്ങൾ നൽകി അവിടെ പള്ളി സ്ഥാപനങ്ങൾ നിർമ്മിച്ച് അതിന് ഇമാമുമാരെ നിയമിച്ച് അങ്ങനെ ചെയ്ത സേവനങ്ങൾ മറ്റാരും ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ 79 തുടങ്ങിയ ബന്ധം 84 അൽ-ഇർഫാദ് എന്ന മാസിക ഇറങ്ങലോടുകൂടെ അതിനൊരു പുതിയ ശൈലി, രൂപവും ഭാവവും വന്നു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇസ്ലാമിക് പ്രസിദ്ധീകരണ രംഗത്ത് ഇന്റർവ്യൂ എന്നൊരു ശിഷ്ടം, അതുപോലെ തന്നെ അത്യാധുനിക വിഷയങ്ങളെ കുറിച്ച് ട്രോളിംഗ് അല്ലെങ്കിൽ ടെസ്റ്റ് ശിശു, ഇങ്ങനെ തുടങ്ങിയ മുസ്ലിം സമൂഹത്തിന്, സമുദായത്തിന് കർമ്മശാസ്ത്ര രംഗത്ത് അറിയൽ അനിവാര്യമായതും മറ്റ് മാർഗങ്ങളിൽ അറിയാൻ കഴിയാത്തതുമായ എത്രയോ വിഷയങ്ങളെ കുറിച്ച് PMK ഫൈസി അവഗാഹം നടത്തി അതിനെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായ ശൈലിയിൽ വളരെ വിശദമായ പഠനാർത്ഥങ്ങൾ നൽകി അതുപോലെ തന്നെ കുറെ ഫീച്ചറുകൾ ശിഷ്ടം ശൈലിയിൽ കൊണ്ടുവന്നത്, അതുപോലെ അത്യാധുനിക വിഷയങ്ങൾ, പൊതു ജനറൽ വിഷയങ്ങൾ
സമൂഹത്തിന് സമുദായത്തിന് അവബോധം നൽകി. അങ്ങനെ എണ്ണിയാൽ തീരാത്ത കുറെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ആതുര സേവന രംഗത്ത് ക്രസന്റ് ഹോസ്പിറ്റൽ ചെയ്ത രംഗം വളരെ വളരെ സ്തുത്യർഹമാണ്. ഫറോക്ക് പ്രദേശം എന്നാല് TP ഹോസ്പിറ്റല്, കരുണ ഹോസ്പിറ്റല്, കോയാസ് ഹോസ്പിറ്റൽ, വൈദ്യലോകത്ത് വലിയ വലിയ കിടയറ്റ രാജാക്കന്മാർ തന്നെ കുടികൊള്ളുന്ന ഒരു പ്രദേശമായിരുന്നു ഫറോക്ക് പ്രദേശത്ത്. ആ പ്രദേശത്ത് ഒരു മുസ്ലിയാര് ഒരു ക്രസന്റ് ഹോസ്പിറ്റൽ തുടങ്ങിയാൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അക്കാലത്ത് പലരും പ്രവചിച്ചിരുന്നു. പക്ഷേ PMK ഫൈസി ക്രസന്റ് ഹോസ്പിറ്റലുമായി രംഗത്ത് വരലോടുകൂടെ മറ്റ് ഹോസ്പിറ്റലൊക്കെ നിഷ്പ്രഭമാവുകയും ക്രസന്റ് ഹോസ്പിറ്റലുകൾ എല്ലാ ഹോസ്പിറ്റലുകൾക്കും ലീഡിംഗ് ഹോസ്പിറ്റലായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. എന്ന പോലെ PMK തൊട്ട് എല്ലാ മേഖലകളും പൊന്നാക്കുന്ന ഒരു ശൈലിയാണ് കാണാൻ കഴിയുന്നത്. PMK ഫലമായി 1200-ലേറെ ആളുകൾ മഹത്തായ നമ്മുടെ ആദർശം ഉൾക്കൊണ്ടത് വളരെ സ്തുത്യർഹമായ ഒരു സേവനമായി എടുത്തു പറയേണ്ടതാണ്. ഞാൻ 1985 കോണോമ്പാറ മസ്ജിദ് നൂറില് ദർസി രംഗത്തേക്ക് വരലോടുകൂടെ തന്നെ മോങ്ങവും മസ്ജിദ് നൂറ് കോണോമ്പാറ ജുമാഅത്ത് പള്ളിയും തമ്മിൽ 9-10 കിലോമീറ്ററിന്റെ ദൈർഘ്യം മാത്രമാണ്. പിന്നീട് ഒരു സ്ഥിരം സന്ദർശകനാകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നതിന് പകരം ഇങ്ങോട്ട് വന്ന് എന്നെ മോട്ടിവേഷൻ നടത്തി പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നതിലേക്ക്, സജീവമാകുന്നതിലേക്ക്, കുട്ടികളെ കൊണ്ട് പ്രസിദ്ധീകരണങ്ങൾ ഇറക്കുന്നതിലേക്ക്, കുട്ടികളുടെ ലേഖനങ്ങൾ വാങ്ങി പത്രങ്ങൾ കൊടുക്കുന്നതിലേക്ക്, ഇങ്ങനെ ആ ദർസിലെ കുട്ടികൾക്ക് സ്പോക്കൺ അറബിക്ക് അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ ക്ലാസ് എടുക്കുന്നതിലേക്ക് എല്ലാം വളരെ വളരെ സജീവമായി. സ്വലാത്ത് മജ്‌ലിസുകൾ സ്ഥിരം ഒരു മെമ്പറായി അദ്ദേഹം അക്കാലത്തൊക്കെ എത്തുമായിരുന്നു. 1997 ജൂൺ 6 ആദ്യമായി മലപ്പുറം മേൽമുറി സ്വലാത്ത് നഗറില് മഅ്ദിൻ തുടക്കം കുറിക്കുന്നത്. അന്ന് കേവലം 9 സെന്റ് ഭൂമി മാത്രമാണുള്ളത്. ആ പരിസരത്തുള്ള വയലുകൾ ഏത് ചോദിച്ചാലും സെന്റിന് 1 ലക്ഷത്തിൽ കുറഞ്ഞ ഒന്നും കിട്ടാനില്ല. ഞങ്ങൾക്കാണെങ്കിൽ വലിയൊരു സ്ഥാപനം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അന്ന് പരിസരത്ത് മർഹൂം മാടമ്പി കുഞ്ഞാലൽ ഹാജി എന്ന് പറയുന്ന ഒരു സഹോദരൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കോണോമ്പാറ അങ്ങാടിയിലുള്ള എന്റെ വയല് ഞാൻ കൊടുക്കുകയാണ്, സെന്റിന് 6000 രൂപ കിട്ടും, പുല്ലാര സെന്റിന് 350 രൂപക്ക് സ്ഥലം കിട്ടാനുണ്ട്. ഇപ്പോൾ നെല്ലിന് വില കുറവാണ്, അണ്ടിക്ക് കശുവണ്ടിക്ക് വില കൂടുതലാണ്. അപ്പോൾ എന്റെ വയല് 6000 രൂപ സെന്റിന് വെച്ച് ഞാൻ കൊടുത്ത് ഞാൻ 350 രൂപ സെന്റിന് കിട്ടുന്ന ആ പറമ്പ് വാങ്ങി അവിടെ കശുവണ്ടി വെച്ച് 3-4 കൊല്ലങ്ങളെ കൊണ്ട് കശുവണ്ടി കിട്ടിയാൽ ഒരു ചെലവും ഇല്ലാതെ നന്നായി വണ്ടി കിട്ടും. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് അത് എവിടെയാണ് സ്ഥലം, ഏതാണ്, അങ്ങനെ അദ്ദേഹം മുഖേന തന്നെ അവിടെ 24 ഏക്കറോളം സ്ഥലം വാങ്ങിയ സമയത്ത് PMK വിളിച്ചു. PMK അതിൽ വളരെ താല്പര്യം കണ്ടു. അന്ന് ആ മലമുകളിൽ കയറി അങ്ങനെ അജീബ്, ഉമർ, അബ്ബാസ് ഇവരെ തുടങ്ങിയ ആളുകളൊക്കെ ആ മലന്റെ മുകളിൽ കൂട്ടിക്കൊണ്ടുപോയി അത് ഫോട്ടോ എടുത്ത് അങ്ങനെ അത് പത്രത്തിൽ അൽ ഇർഫാദിൽ പബ്ലിഷ് ചെയ്തു. പുതുയുവത്തിന് പുതുപുത്തൻ പദ്ധതി, ഇങ്ങനെ തുടങ്ങിയ ഏതേത് മേഖലകളിലും അദ്ദേഹം, എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കുറെ പറയാനുണ്ട്. മരിക്കുന്ന ആഴ്ചയിൽ 5-ാം തീയതിയാണല്ലോ വഫാത്താകുന്നത്. കഴിഞ്ഞ 31-ാം തീയതി വ്യാഴാഴ്ച കരുവന്തുരുത്തി താജുൽ ഉലമ അവരുടെ ഹിക്കമിന്റെ താജുലമയുടെ നേതൃത്വത്തിൽ എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ ഞായറാഴ്ച ഹിക്കം ശബക്കും സ്വലാത്തും നടന്നു വരാറുണ്ട്. അതിന് 5-ാം വാർഷികം നടക്കുമ്പോൾ PMK ഫൈസി അവിടെ എത്തിയിരുന്നു. അങ്ങനെ അവിടുന്ന് കുറെ കാര്യങ്ങൾ സംസാരിച്ച് വീണ്ടും 2-ാം തീയതി 3-ാം തീയതി ഞായറാഴ്ച കുളപ്പറമ്പ് EM അബ്ദുൽ അസീസ് മുസ്ലിയാരുടെ വീട്ടിൽ ഒരു വിവാഹ സൽക്കാരത്തിന് ഞങ്ങൾ ഒന്നിച്ച്, അദ്ദേഹം ചൊല്ലിക്കോടും അതുപോലെ തന്നെ വില്യാപ്പള്ളി ഉസ്താദ് ഇങ്ങനെ തുടങ്ങിയ എല്ലാവരും ഒരുമിച്ച് കൂടി. അവിടെ നിന്നും കുറെ വിഷയങ്ങൾ സംസാരിച്ച് വീണ്ടും അസറിന് അദ്ദേഹം സ്വലാത്ത് നഗറിലേക്ക് വരികയാണ്. അന്ന് വന്ന് ശാരീരിക അസുഖങ്ങളും മറ്റു കുറെ കാര്യങ്ങൾ നടത്തി. അദ്ദേഹം അപ്പോഴൊക്കെ പറയുന്ന ഒരു പ്രധാന കാര്യം, അദ്ദേഹത്തിന്റെ കൂടെ ഒരു ചെറുപ്പക്കാരുണ്ട്, അദ്ദേഹം തൊഴിൽരഹിതനാണ്,
അദ്ദേഹത്തെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യകതയാണ്. അദ്ദേഹത്തിന് നല്ലൊരു തൊഴിൽ ഇവിടെ കൊടുക്കണം, അദ്ദേഹത്തെ എങ്ങനെങ്കിലും ആശ്വസിപ്പിക്കും. അദ്ദേഹം കുടുംബത്തിൽ വളരെ കഷ്ടപ്പെടുന്ന PMKLA പറയുന്നത് എന്താണെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കുകയും അങ്ങനെ ഓഫീസിലേക്ക് വിളിച്ച് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു തൊഴിൽ എന്താണോ പറ്റാവും ഇവിടെ കൊടുക്കണം എന്ന് പറഞ്ഞു കുറെ കാര്യങ്ങൾ പലതും സംസാരിച്ച് മന്ത്രിപ്പിച്ച് അദ്ദേഹം പിരിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ ബൈലാവി നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വന്ന ഫോൺ PMK കൊടുങ്ങല്ലൂരിൽ വെച്ച് ആക്സിഡന്റ് ആയിരുന്നു, വളരെ വളരെ സീരിയസ് ആണ്, ഏതു സമയവും എനിക്ക് ആദ്യം കിട്ടിയ ഫോണ് വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല, ഇപ്പോൾ സ്ഥിരീകരിക്കും എന്നാണ്. 7:30 മണിക്കാണ് ഈ ഫോണ്. പെട്ടെന്ന് സെംക്ക് നിർത്തി കുട്ടികളെ കൊണ്ട് നാരിയ സ്വലാത്ത് ചെല്ലിപ്പിച്ചു. കിട്ടാവുന്ന മന്ത്രിമാർക്കൊക്കെ ആര്യാടൻ മുഹമ്മദിനും KV തോമസിനും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാർക്കൊക്കെ വിളിച്ച് പറഞ്ഞു. മെഡിക്കൽ ടെസ്റ്റിൽ ന്യൂറോ സർജർമാരെത്തി ജീവൻ രക്ഷിക്കാൻ പറ്റാവുന്നതൊക്കെ നോക്കി. പക്ഷേ അലങ്കരീയമായ 11 മണിയാകുമ്പോഴേക്ക് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ് ചെയ്തത്. വയ്യത്ത് മരിച്ചു കിടക്കുന്ന രംഗം മുഹമ്മദ് കുഞ്ഞ് സഖാഫിയും അതുപോലെ തന്നെ ഉമേരിയ തങ്ങളൊക്കെ ശരീരത്തിൽ ഒരു മുറി പോലും പറ്റിട്ടില്ല. മുമ്പുണ്ടായിരുന്ന ആ വസൂരിക്കല പോലും കാണാത്ത രൂപത്തില് വളരെ സുമുഖനായി വളരെ സുന്ദരനായി അള്ളാഹുവിന്റെ ഒരു വിശിഷ്ടാതിഥിയായി അള്ളാഹുവിന്റെ ക്ഷണം സ്വീകരിച്ച് പോയ രൂപത്തിലാണ്. റബ്ബെ ഉഹ്റവിയായ ഷഹീദിന്റെ കൂലി നീ നൽകണേ അല്ല, ഉഹ്റവിയായ ഷഹീദിന്റെ കൂലി നൽകി അദ്ദേഹത്തിന് ഉയർത്തണേ അല്ല. അദ്ദേഹത്തിന് 9 മക്കളാണ്, 4 ആൺകുട്ടികളും 5 പെൺകുട്ടികളുമാണ്. 2 പെൺകുട്ടികളെ മാത്രമാണ് കല്യാണം കഴിച്ചത്. 3 പെൺകുട്ടികളെ വിവാഹപ്രായമെത്തി, 1 ഡിഗ്രി കഴിഞ്ഞു, 1 +2 കഴിഞ്ഞു, 1 SLC പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആൺകുട്ടികൾ 4 പേരിൽ 1 കുട്ടി മാത്രമാണ് വിവാഹം കഴിഞ്ഞത്. മറ്റ് 3 കുട്ടികളും 1 +1 ആണ്, മറ്റ് 2 കുട്ടികള് കുട്ടികളാണ്. ആ കുടുംബത്തെ, ആ പ്രസ്ഥാനത്തെ, അവിടുന്ന് തുടങ്ങിവെച്ച ഒട്ടനവധി സംവിധാനങ്ങള് എല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് മഹാനവളോട് ചെയ്യാൻ ഏറ്റവും വലിയ കടപ്പാട്. അർഹമുറാഹിമ റബ്ബെ ഖബറിന്റെ പ്രകാശപൂരിതമാക്കണേ അല്ല, ഖബർ വിശാലമാക്കണേ അല്ല. ഞങ്ങൾ ഹലോ നന്ദി സയ്യിദ് അവർകൾ. ഓസ്ട്രേലിയയിൽ നിന്നും KMIC ന്യൂസ് ടൈമിന് വേണ്ടി സമയം കണ്ടെത്തിയതിന് അങ്ങേക്ക് നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം അല്ലേ? അതെ അതെ അതെ. ബഹ്റൈൻ സൂഫി ഹാജിയുടെ ഭാര്യന്റെ പ്രത്യേകം ദ്വാരക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇൻഷാ അല്ലാഹ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഇത് വളരെ സീരിയസ് ആയ അവസ്ഥയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അല്ലാഹു തആല ശിഫയാക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ എല്ലാ ഉസ്താദുമാർക്കും താഹിറുദ്ദീൻ ഹെഡ് ഓഫീസിൽ താഹിറുദ്ദീൻ ഹാജിയുടെ കൊല്ലത്ത് തിരുവനന്തപുരത്തുള്ള ഹെഡ് ഓഫീസിൽ ഞാൻ പോയിരുന്നു. അൽഹംദുലില്ലാഹ് മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ഈ രംഗത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനങ്ങൾ. ആദ്യമായി ഇങ്ങനെ സന്ദേശം ഓൺലൈനിലൂടെ ഇങ്ങനെ ലക്ഷങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കാമെന്ന് കേരള യാത്രയിലൊക്കെ 4000-ലേറെ ഐഡികൾ ഉണ്ടായിരുന്നല്ലോ അല്ലെ? 3000-ലധികം, 3000-4000 താഴെയായിട്ട് ഐഡികൾ ഉണ്ടായിരുന്നു. 3000-4000 ഇടയിലായിട്ട് ഇൻഷാ അല്ലാഹ് ഓരോ ഐഡികളിലും 100 കണക്കിന് ആളുകൾ ഇങ്ങനെ 10,000-ങ്ങളിലേക്ക് ലക്ഷങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്നതിൽ മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ചെയ്യുന്ന സേവനങ്ങൾ വളരെ വളരെ സുത്യർഹമായ സേവനങ്ങളാണ്. അതിന്റെ പ്രചാരകർക്കും പ്രവർത്തകർക്കും സഹായികൾക്കും ഗുണകാംക്ഷികൾക്കും അങ്ങനെ നമ്മുടെ ആദർശം പ്രസ്ഥാനവും പ്രചരിക്കുന്ന എല്ലാവർക്കും വിശിഷ്യ നമ്മുടെ ഏകതണലായ അതിരായ ശൈഖുന താജുൽ ഉലമാകൾ എല്ലാമായ ഈ പ്രസ്ഥാനം ആഗോളതലത്തിൽ യശസ്വീർത്തുന്ന ശൈഖുന ഉസ്താദ് ഇപ്പോൾ തുർക്കിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇസ്ലാമിക് കോൺഫറൻസിന് വേണ്ടി എത്തിയതാണ്. അങ്ങനെ നമ്മുടെ എല്ലാ നേതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു തആല നൽകുമാറാവട്ടെ. അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല ഇസ്സത്തും ഫതഹും സലാമത്തും നൽകുമാറാവട്ടെ. നമ്മളൊക്കെ ദുആ ചെയ്യണമെന്നുറപ്പിൽ പ്രത്യേകിച്ച് ആസ്ട്രേലിയയിൽ ഞങ്ങൾക്ക് താമസ സൗകര്യവും ഭക്ഷണ സൗകര്യവും ഒക്കെ ഒരുക്കി തരുന്ന എല്ലാവർക്കും വേണ്ടിയും വിശിഷ്യ യൂസുഫ് സഖാഫി അൽഹംദുലില്ലാഹ്
ഞങ്ങൾക്ക് എയർപോർട്ടിലെത്തി ഇങ്ങോട്ട് വരുന്നു എന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് വീണ്ടും ഒരുക്കി തരുന്ന അവരുടെ മക്കൾക്ക് വേണ്ടി 3 മക്കളാണ്, കുടുംബത്തിന് വേണ്ടി എല്ലാവർക്കും ദുആ ചെയ്യണമെന്ന് വസിയത്തുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് KMAC ന്യൂസ് ടൈമുമായി സംസാരിച്ചതാണ്. ഓസ്ട്രേലിയൻ വിശേഷങ്ങളും അതുപോലെ PMK ഫൈസിയെ കുറിച്ചുള്ള സ്മരണകളും അയവിറക്കിയതാണ് നാം ഇതുവരെ കേട്ടത്. ഇതോടെ KMAC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ ഇന്ത്യൻ സമയം 4 മണിക്ക്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂർ എന്ന ബെയിലക്സ് ഐഡിയിലോ KMAC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.